യുകെയിലെ നോട്ടിഹാമിലുള്ള വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വൊളാട്ടൺ ഹാൾ ആൻഡ് ഡിയർ പാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം 500 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നോട്ടിഹാമിലെ വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസ് ആണ് വൊളാട്ടൺ പാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം 500 ഏക്കറിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊന്നുമല്ല, ഒരു ഒതുങ്ങിയ ഏരിയയിലാണ് ഈ പാർക്ക് ഇരിക്കുന്നത്. എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല വൊളാട്ടൺ പാർക്കിലേക്ക് എൻട്രി ചെയ്യാൻ. പക്ഷേ കാർ പാർക്കിങ് ചാർജബിൾ ആണ്. അത് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് മിനിമം 2 hours-ന് 4 pound ആണ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹിസ്റ്റോറിക് ആയിട്ടുള്ള ബിൽഡിംഗ് തന്നെയാണ്. വൊളാട്ടൺ ഹാൾ എന്നാണ് ഈ ബിൽഡിംഗ് അറിയപ്പെടുന്നത്. 1588 പണിതപ്പെട്ട ബിൽഡിംഗ് ആണിത്. എലിസബത്ത് ഫസ്റ്റ് രാജ്ഞിയുടെ കാലത്ത് പണിതപ്പെട്ട ബിൽഡിംഗ് ആണ്. എലിസബത്തൻ മാൻസൺ ആർക്കിടെക്ചർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും ആ സമയത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലൊരു വളരെ ഗംഭീരമായൊരു ബിൽഡിംഗ് ആണ്. യുകെയിൽ തന്നെ ഗ്രേഡ് 1 ലിസ്റ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ വൊളാട്ടൺ ഹാൾ ബിൽഡിംഗ്. ഇതിരിക്കുന്ന സ്പോട്ട് കുറച്ച് ഹില്ലി ഏരിയ ആയതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ഇതിൻ്റെ ടോപ്പിൽ കയറുമ്പോൾ നമുക്ക് താഴത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ സീസണും അനുസരിച്ച് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഇപ്പോൾ സ്പ്രിംഗ് സീസണൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നട്ടിരിക്കുന്നത് നല്ല ബ്ലോസം ആയിട്ടുള്ള മരങ്ങളാണ്. ബ്ലോസം ഫ്ലവേഴ്സൊക്കെ പൂത്ത് കഴിയുമ്പോൾ അടിപൊളിയാണ് കാണാം. പിങ്കും വൈറ്റിഷും ആയിട്ടുള്ള ആ സമയത്തും ഇവിടെ ഫേമസ് ആയിട്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ നടക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോലെ തന്നെ കാണാൻ ഭംഗിയുണ്ട്. ഇതിൻ്റെ ബാക്കും നമുക്ക് അകലെ നിന്ന് കാണുമ്പോൾ ചെറിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ ടോളായിട്ടും ഹ്യൂജായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി. പിന്നെ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ട്. അഡൽറ്റിനും കളിക്കാം കേട്ടോ. അത്യാവശ്യം വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ തന്നെയാണതും. വൊളാട്ടൺ ഹാൾ എന്ന് പറയുന്ന ഈ ബിൽഡിംഗ് ഇപ്പം നോട്ടിഹാം കൗൺസിലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് ഇത് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് എൻട്രി ഫീസ് വരുന്നത് പെർ പേഴ്സൺ 15 pound ആണ് വരുന്നത്. അത് ആനുവൽ ഫീ ആണ്. നമുക്ക് ഒരു വർഷം എത്ര തവണ വേണമെങ്കിലും നമുക്ക് കാണാനും അത് കയറി കാണാനൊക്കെ പറ്റുന്നതാണ്. പക്ഷെ ഞങ്ങൾ വന്ന 2 ടൈമിങ്ങിലും ഇത് ഓപ്പൺ ആയിരുന്നില്ല. എന്തോ കൺസ്ട്രക്ഷനൊക്കെ കാരണം അത് ക്ലോസ്ഡ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്ക് പുറത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ബാക്കും. ഓരോ സ്പോട്ടും നല്ല ഫോട്ടോഗ്രാഫിക്കിനൊക്കെ പറ്റിയ ലൊക്കേഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. വെഡ്ഡിങ് ഷൂട്ടും അതുപോലെ മറ്റണ്ട് ഷൂട്ട്, ബർത്ത്ഡേ പാർട്ടി, ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരേ ടൈമിൽ തന്നെ നടക്കുന്നുണ്ട്. 500 ഏക്കർ ആയതുകൊണ്ട് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. ഓരോ സൈഡും ഓരോ ഡിഫറെൻ്റ് ലുക്കാണ് തരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കായിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറി അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും. അടിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ബിൽഡിങ്ങിൻ്റെ ശരിക്കും ഹൈറ്റ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിനെ അപേക്ഷിച്ച് ബാക്ക് സൈഡിൽ കുറച്ചും കൂടെ പ്രായമേറിയ വലിയ മരങ്ങളൊക്കെയാണ് ബാക്ക് സൈഡ് കുറച്ച് അധികമായിട്ട് കാണുന്നത്. പിന്നെ വൊളാട്ടൺ ഹാളിനോട് ചേർന്ന് തന്നെ വേറൊരു ബിൽഡിംഗ് ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കഫേയും കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. സ്നാക്സും കോഫിയും ടീയൊക്കെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയ കഫേ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ പിക്നിക്കിന് പറ്റിയ അത്യാവശ്യം ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ എവിടെയാണെങ്കിൽ പോലും ഇരിക്കാനും കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് വെച്ചാൽ വൊളാട്ടൺ ഹാളിലല്ല അതിൻ്റെ പുറമേയുള്ള ഏരിയകളിൽ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്താൽ നമുക്ക് അത് ഫുള്ളായിട്ട് കണ്ട് കാണാൻ പറ്റും. പിന്നെ വിൻഡി ആവും. കുറച്ച് ഹില്ലി ഏരിയ ആയതുകൊണ്ട് കുറച്ച് വിൻഡിയാണ്. സാധാ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹില്ലി ഏരിയ ആയതുകൊണ്ട് കുറച്ച് വിൻഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകെ കാണുന്ന സ്റ്റാച്യൂസാണ് ഇതൊക്കെ. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കിലെയും വൊളാട്ടൺ ഹാളിൻ്റെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ വലിയ വലിയ ബിൽഡിങ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാർഡനും പൂച്ചെടികളും ഒക്കെ ഒരു നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്.
ഒരു 4-5 കിലോമീറ്റർ അല്ല നടക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ഗോൾഫ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല, അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത്. പിന്നെ ഇതുപോലത്തെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നമുക്കതിൽ കയറാനും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്പേസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും ഒരു വലിയ ലേക്ക് പോകുന്നുണ്ട്. ലേക്കും അതുപോലെ തന്നെ ഭയങ്കര ഡെൻസായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ അതിൻ്റെ സൈഡിൽ ഒക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത് കൊണ്ട് മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ വീണ്ടും വിസിറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വൺ ഓഫ് ദ ഫേമസ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ശരിക്കും അതൊരു ഗാർഡനാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ട്. ക്യാമില ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്, ഗ്ലാസ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിൽ വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോൾ കാണപ്പെടാത്തതായ കുറേ സ്പീഷീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്നും എൻട്രൻസ് ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ പുറമേയുള്ള ഗാർഡൻ ആണെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. അപ്പം ഫോട്ടോഗ്രാഫിക്കിനൊക്കെ താല്പര്യമുള്ളവർക്കും വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വരുന്നാൽ ഏത് സൈഡിലും ഏത് കോണിൽ പോയാലും നമുക്ക് നല്ല മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ലൊക്കേഷൻസ് തന്നെയൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ബാക്കിൽ നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ശരിക്കും ക്യാമില ഹൗസ് വരുന്നത്. പിന്നെ നടക്കുമ്പോൾ എന്തായാലും ക്ഷീണിക്കും. പിന്നെ ഇതിനകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ വാഷ്റൂമൊക്കെ വരുന്നത് നമ്മൾ കയറുന്ന എൻട്രിയിൽ തന്നെ, എൻട്രി ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കിഡ്സിൻ്റെ. അവിടെ തന്നെയാണ് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ആവശ്യം വരുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇവിടം വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്നതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കാമില ഗ്ലാസ് ഹൗസ് ഗാർഡൻ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഫേസ് ചെയ്ത് ഇരിക്കുന്നത് നല്ലൊരു ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഇത് കുറച്ച് ഹില്ലി ഏരിയയും കുറച്ച് അതിൻ്റെ ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഇതും ഒരു മേജറായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫിക് സ്പോട്ട് തന്നെയാണ് ഇവിടുത്തെ. ക്യാമില ഹൗസ് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് ലേക്കും അതിൻ്റെ ചുറ്റുപറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വഴി കൂടെ ഇറങ്ങി ചെല്ലുന്നത് ഒരു ചെറിയൊരു ബിൽഡിങ്ങിലേക്കാണ്. അതൊരു ഹിസ്റ്റോറിക്കായുള്ള ബിൽഡിങ്ങാണ്. അതിൻ്റെ ഉള്ളിലാണ് കഫേ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ലേക്കിലേക്കാണ് പോയത്. അത്യാവശ്യം ദൂരമുണ്ട് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ. അപ്പോൾ അത്യാവശ്യം വേണ്ട സ്നാക്സും ഫുഡൊക്കെ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്നാക്സും കോഫിയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിലും പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ് പുറത്തത് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഒത്തിരി പേര് ജോഗിങ്ങിനും എക്സസൈസ് ചെയ്യാനും അതുപോലെ സൈക്ലിങ്ങിനൊക്കെ ഈ പ്രദേശത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ ക്വാമായിട്ടുള്ള പ്ലേസും വളരെ ക്ലീൻ ആയിട്ടുള്ള പ്ലേസും ഒത്തിരി ക്രൗഡഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ നമ്മൾ വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ വൊളാട്ടൻ പാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നടന്നതിന് ശേഷം നമ്മൾ വൊളാട്ടൻ പാർക്കിലുള്ള ലേക്കിലേക്ക് എത്തിപ്പെട്ടു. ഈ ലേക്കിൻ്റെ ഒരു വശം മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇത് റൗണ്ട് അടിച്ച് നമുക്ക് വരാനുള്ള വഴി ഇതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. ലേക്കിലാണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഈ താറാവിൻ്റെ വെറൈറ്റികൾ പോലെ സ്പാന് ഒക്കെ ഒത്തിരി സാധനങ്ങൾ അതിനകത്തുണ്ട്. നമുക്കതിൻ്റെ പേരോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഒരു സൈഡിൽ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫീഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അവിടെ എഴുതിയിട്ടൊന്നുമില്ല. പല സ്ഥലത്തും ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഫൻസാണ് ഇവിടെ. പിന്നെ അവരെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണിത്. അത് ഇങ്ങനെ ആൾക്കാരെ കണ്ട് ജീവിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് അതിൻ്റെ സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ സൈഡിലേക്ക് തന്നെ വരും. പിന്നെ ഒത്തിരി അവരെ പേടിപ്പിക്കാതെയൊക്കെ നോക്കുക, കാരണം അവർ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത്. പക്ഷെ നമ്മൾ സാധാരണ കാണാത്തൊരു കാഴ്ചയായതുകൊണ്ടും എല്ലാവരും നല്ല എൻജോയ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേനും അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട് കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഈ ലൊക്കേഷനിലാണെങ്കിൽ തന്നെയും ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫിക് ലൊക്കേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോയത് ഡിയർ പാർക്കിലേക്കാണ്. ഡിയർ പാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. ഡിയർ പാർക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിയർ നമുക്ക് ചിലപ്പോൾ നമ്മൾ കയറുമ്പോൾ എൻട്രൻസിൽ കാർ പാർക്കിങ്ങിലൊക്കെ ഇഷ്ടംപോലെ ഡിയർ നിൽക്കുന്നതൊക്കെ കാണാം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നടന്നതിന് ശേഷമാണ് ഇത് പലതരത്തിലുള്ള ഡിയർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സ്പീഷ്യസ് നെയിമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെയും ഒത്തിരി അടുത്തേക്ക് പോകരുത് എന്നുള്ള ബോർഡും അവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ അറ്റാക്ക് ചെയ്യുമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഹാം ആയതുകൊണ്ടായിരിക്കും നമ്മൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസിലായിട്ടുള്ള ബോർഡുകൾ സയൻസൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വൊളാട്ടൻ പാർക്കിൽ ഇഷ്ടം പോലെ ഫെസ്റ്റിവൽസ് അതുപോലെ തന്നെ ഓരോ സീസൺ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഫെസ്റ്റിവൽസ് അതുപോലെ തന്നെ സമ്മർ സീസൺ ആണെങ്കിൽ ഒത്തിരി കുട്ടികളുടെ റൈഡ്സൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വന്നിട്ട് ഒരു വൺ ഡേ പിക്നിക് പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നോട്ടിഹാമിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ നടക്കാൻ പറ്റിയതും പിക്നിക്കിന് സ്പോട്ടാളും ഇഷ്ടം പോലെ ഏരിയാസ് ഉണ്ട്. എങ്കിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ വൊളാട്ടൻ പാർക്ക് തന്നെയാണ്. അതിൻ്റെ കാരണം ഈ വൊളാട്ടൻ ഹാള്, ഈ ഹിസ്റ്റോറിക് ബിൽഡിങ്ങും ഫോട്ടോഗ്രാഫിക്കായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് വൊളാട്ടൻ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈം പോയപ്പോൾ ഒത്തിരി ഡിയറിനെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം പോയപ്പോൾ പക്ഷേ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ കാർ പാർക്കിങ്ങിലേക്കൊക്കെ അവർ എപ്പോഴും ഓടി വരുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ നമ്മൾ അടുത്തേക്ക് ചെല്ലും തോറും അവർ അകന്നകന്ന് പോയാണ്. ഒത്തിരി അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ശരിക്കും അവർ അറ്റാക്കബിൾ ആയിരിക്കും ചിലപ്പോൾ.
അപ്പം ഇതൊക്കെയാണ് ഒലാട്ടം പാർക്കിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇപ്പം നോട്ടിഹാമിൽ എന്തൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാൻ ഉണ്ടെന്ന് ചോദിക്കുന്നവരോട് ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം ഫുഡ്, സ്നാക്സ്, ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് വന്നാൽ ഇഷ്ടംപോലെ പിക്നിക് സ്പോട്ടുകളുണ്ട്. സിറ്റിംഗ് ഏരിയ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. അതിനുശേഷം സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് പ്ലേയിങ് ഏരിയ. അപ്പോൾ കുറച്ച് നേരം പ്ലേ ചെയ്തതിന് ശേഷമൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഫാമിലി പിക്നിക് ജേർണി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.